ശരിക്കും ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എത്രാം ക്ലാസ്സിലാ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയാം കോളേജിലാണെന്ന്, പക്ഷെ കാണുമ്പോൾ ഇപ്പോഴും കുട്ടിയാട്ടോ. എല്ലാരും പറയും. അതെ, എല്ലാവർക്കും അറിയില്ലായിരിക്കും +2 ഒക്കെ കഴിഞ്ഞപ്പോൾ കോളേജിലായി എന്നൊക്കെ. സെക്കൻഡ് ഇയർ ആയല്ലേ? എല്ലാവർക്കും അറിയാം. ആക്ച്വലി ഞാൻ 10ാം ക്ലാസ് കഴിയണ സമയത്താണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. 10ാം ക്ലാസ് കഴിയണമെന്ന് പറഞ്ഞാൽ എക്സാം, ഇതിൻ്റെ ഓഡിഷൻ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് എക്സാം ഒക്കെ വരണത്. പിന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും ഒക്കെ ചാനലിൽ വെച്ചിട്ടായിരുന്നു. റിയാലിറ്റി ഷോയുടെ ഇതിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ 10 കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴും എന്നെ കാണുമ്പോൾ ചോദിക്കും, മക്കളെ നീ 10ആണോ +1 ആണോ ചോദിക്കും. കാണാനും അത് തന്നെയാണ്. ഇപ്പോഴും +1 +2 ഒക്കെ കണ്ടാലും അതുപോലെ ഉള്ളൂ. ആ ഒരു ശരിക്കും ആ ഒരു വൈബ് എന്ന് പറയൂല്ലോ നമ്മൾ, ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സും ആ ഒരു സ്മൈലും തന്നെയാണ് എപ്പോഴും. കുഞ്ഞുകുട്ടി തന്നെയാണ്, കോളേജ് സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഒരു പാട്ടും കൂടെ കേട്ടാലോ? ഒരു വൈബാവാം. ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമാണയും ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹം. പൂവിൻ്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നെന്നും നീ അറിയോ ആയേഷ. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി ആയേഷ, വരവായി നീ ആയേഷ. അപ്പൊ എങ്ങനെയാണ് ശരിക്കും 10ാം ക്ലാസ് റിയാലിറ്റി ഷോ ട്രീറ്റ്മെന്റ് ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ട്രീറ്റ്മെൻറ്റ് ഒരു വലിയ സംഭവമായിട്ട് ഞാൻ ആ സമയത്ത് എടുത്തിട്ടില്ല. കാരണം ഓക്കെ, ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ക്യാൻസർ ആയാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയാലും നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് എടുത്തിട്ട് അത് ആ പാട്ടിന് പോവും. പിന്നെ ബാക്കിയുള്ളത് ശരിക്കുള്ളത് നമ്മുടെ ലൈഫാണ്. അത് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റണ മാക്സിമം എൻജോയ് ചെയ്യണം. ഭയങ്കര കാം ആൻഡ് കൂളായിട്ട് വല്ല സ്റ്റേജിലൊക്കെ കയറി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആൾക്കാർ തരുന്ന ഒരു കയ്യടിയുണ്ട്. അല്ലെങ്കിൽ അവരുടെ മുഖം കാണുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക എനർജി വരും. ആ ടൈമിലാണ് ഞാൻ വേദന അറിയാതെ നിൽക്കണത്. അതുകൊണ്ടാണ് എനിക്ക് പ്രോഗ്രാംസ് എത്ര കിട്ടിയാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും ചെയ്യാം. പ്രോഗ്രാംസ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ്.